ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമ്പു അമ്മ എവിടെ പോയി? ആള് മാറിയത് അറിഞ്ഞില്ല കേട്ടോ. സാരിന്ന് നൈറ്റിലേക്ക് വന്ന വേറെ ഏതൊരു അമ്മ വന്ന പോലെ. ഇതില് ഏറ്റവും രസമുള്ള ഒരു കാര്യം എന്താ അറിയോ? ഉച്ചക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുമല്ലോ ഊണ് കഴിഞ്ഞിട്ട് അമ്മ കുറച്ച് നേരം അല്പനേരം അവിടെ വന്നിട്ട് അമ്മേനെ തട്ടി അടുപ്പിച്ചിട്ട് ഹായ് എന്ന് പറഞ്ഞാൽ മതി. അമ്മ ഹായ് ഗുഡ് മോർണിംഗ് പറയും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അല്ല ദിവസം ഇന്നെങ്ങനെ എന്നെ പറയാന്നേ വിട്. സാരി എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂട്. പിന്നെ സിമ്പിൾ സാരീസ് ഒക്കെ കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ പുറത്തൊക്കെ കൊടുക്കുന്ന സാരികളല്ലേ, അതൊന്നും എടുത്തിട്ട് പക്ഷെ അത് ഭയങ്കര ചൂടുള്ള കോട്ടൺ അല്ല, പിന്നെ ഈ നൈസ് ഉള്ളതുമല്ല, കുറച്ചിങ്ങനെ എന്താ പറയാ ഓർഗൻഡ് അങ്ങനെ ഇതൊക്കെ സാരികളാണ്. പിന്നെ ഉള്ളതൊക്കെ ഹെവി സാരികളല്ലേ, അതൊക്കെ എടുത്തിട്ട് നമുക്ക് അടുക്കളയിൽ നിൽക്കാൻ പറ്റുമോ? ഊട്ടിയിൽ നമുക്ക് ബന്ധുക്കളില്ല അല്ലേ? അവിടുത്തെ അടുക്കളയിൽ പോയിട്ട് 2 ദിവസം നിൽക്കാം അല്ലമ്മ. ഛേ എന്താല്ലേ സാരിന്ന് പെട്ടെന്ന് പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും അമ്പല്ലേ. എന്നാലും അമ്മ സ്വപ്നത്തിലും കൂടി ഇടയ്ക്ക് എന്താ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവും. ഉറക്കത്തിൽ പോയിട്ട് ഇങ്ങനെ അമ്മ ഹായ് അമ്മ പറഞ്ഞാൽ മതി. ഗുഡ് മോർണിംഗ്. നിത്യാഭ്യാസി എന്ന് വെച്ചാ അങ്ങനെ ആയി പോകുന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ സ്വർണ്ണ കച്ചവടക്കാര് എന്താന്ന് കാണിക്കാൻ പോണ്? ഒരു മീൻ വറ്റിച്ചത്. എന്തിനാണ് സ്വർണ്ണ കച്ചവടം? കർണാടക സ്റ്റൈലിൽ കേട്ടോ. നമ്മള് വെക്കുമ്പോഴല്ല, അവര് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വെക്കുക. അതുപോലെ അമ്മേനെ വെച്ച് ടു സ്റ്റേറ്റ്സ് പറഞ്ഞൊരു സിനിമ എടുക്കേണ്ടി വരുന്ന അതിന് വേണ്ട സാധനങ്ങള് പുളി, തക്കാളി, കറിവേപ്പില, സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. പിന്നെ അവര് മല്ലിയില ഇടും, ഞാനത് ഇടുന്നില്ല. ഓക്കെ, അവര് മല്ലിയില നമ്മളത് ഇടില്ല. അത്ര തന്നെ ഉള്ളു. ഞാൻ എന്തിനാണ് ഈ സ്വർണ്ണ കച്ചവടക്കാരി എന്ന് പറഞ്ഞതെന്ന് ഓർമ്മ വന്നില്ല അമ്മക്ക്. ഈ നിറം കണ്ടിട്ട് എനിക്കറിയാടാ, നീ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. ഹോൾസെയിലിനാർക്കേനും സ്വർണം വേണോ? അല്ല ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പറയുന്നുണ്ട് കേട്ടോ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? സ്വർണ്ണമൊക്കെ കൊട്ടയിൽ വെച്ചിട്ട് വിറ്റുകൊണ്ട് വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഇന്ത്യ ആയിരുന്നു നമ്മുടെ ഇന്ത്യ. ഇന്ന് ആ ഇന്ത്യൻ എല്ലാവരും കൂടി പിടിച്ച് ഇന്ത്യയാക്കി. മനസ്സിലായി? എന്താ ചെയ്യാ, അത് പണ്ടൊക്കെ പറയുന്നിട്ടുണ്ട്, മുത്തും പവിഴം ഒക്കെ ഇങ്ങനെ എന്താ പറയാ. അല്ല ഇവരൊക്കെ മനസ്സിലായി. ഇതൊക്കെ അളന്നു കൊടുത്തിട്ട് എന്തായിരുന്നു അവർ തിരിച്ചു മേടിക്കുന്നത്? ഹംപെ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീകൃഷ്ണ വിജയനഗര, അവിടെ ശ്രീകൃഷ്ണദേവരായ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോരുടെ കാലത്ത്, അങ്ങോര് നാടുവാഴുന്ന കാലത്ത് എല്ലാം അങ്ങനെ ആയിരുന്നു. ഭയങ്കര സമൃദ്ധിയായിരുന്നു. സ്വർണ്ണം ഇതൊക്കെ അളന്ന് ഇങ്ങനെ നമ്മുടെ അരിയൊക്കെ അളന്നു കൊടുക്കും, അതുമാതിരി കൊടുക്കുക. പക്ഷെ ഇത് അളന്നു കൊടുക്കുമ്പോ എന്താണ് തിരിച്ചു മേടിക്കേണ്ടത്? അതെനിക്കറിയില്ല. ഇങ്ങനെ ആയിട്ട് തന്നെ വെറുതെ അവരൂരൊക്കെ വന്ന് കൊള്ളയടിച്ച് പോയത് അല്ലേ? ഏറ്റവും വിലപിടിപ്പുള്ളതൊക്കെ അളന്നു കൊടുത്തിട്ട് വന്നപ്പോ എല്ലാം നശിപ്പിച്ചു. അപ്പൊ ആദ്യം ഈ സംഭവം അല്ല എന്നാലും നമ്മുടെയൊക്കെ പൂർവികര് ഈ സ്വർണ്ണൊക്കെ അതിലും ഇതിലൊക്കെ തൂക്കി കൊടുത്തിട്ട് എന്തായിരുന്നു തിരിച്ചു മേടിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമാവുക അല്ലേ? അല്ലെങ്കിൽ എത്ര വലിയ സമ്പന്ന. ഇതൊക്കെ വഴറ്റാനുള്ള ഉപ്പ് ഞാൻ വീണ്ടും ഉപ്പും മഞ്ഞളും തിരികെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എന്നാലും എൻ്റെ അമ്പു ഇങ്ങനെ ചതിയായിരിക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. പെട്ടെന്ന് അമ്മ സാരിയെ കൊടുത്ത് എന്നെ വിളിക്കും എന്ന് വന്നിട്ട് വിളിക്കുന്നത് രാവിലെ തന്നെ ഒരു വീട്ടിട്ട് വന്നെടുക്കണം. എനിക്ക് പറ്റില്ല, അതിലൊക്കെ ചൂട്, ഭയങ്കര ചൂടുള്ള സാരികളാണ്. പിന്നെ കസവൊക്കെ ഉള്ള സാരികളല്ല, അതൊക്കെ ഞാൻ എങ്ങനെ വിളിക്കുക? കസവും ഡിസൈനും. ഞാൻ പെട്ടെന്ന് രാവിലെ എണീച്ചപ്പോൾ നോക്കിയപ്പോ ഇതാരാ എൻ്റെ വീട്ടിലൊരു മാർവാടിയെന്ന്. അയ്യോ എന്താ മാർവാടിക്ക് എന്താ പ്രത്യേകത ഉണ്ടോ? എന്താണത്? എന്താണെന്നൊന്ന് പറയാമോ? ഞാൻ കേട്ട് നോക്കാം. ഈ സ്വർണ്ണ കച്ചവടം ചെയ്യുന്ന മാർവാടി തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ, കണ്ണ് മാത്രമേ കാണുള്ളൂ. അതാണോ ഞാൻ
വെച്ചിരിക്കുന്നത്? അതല്ല പിന്നെ നീ എന്താ അങ്ങനെ പറഞ്ഞു? നിനക്ക് അറിയില്ലെങ്കിൽ അത് അറിയാത്ത പോലെ ഇരുന്നാ ഇപ്പൊ എന്തെങ്കിലും ജ്വല്ലറിയുടെ പർച്ചയാണ് പറഞ്ഞാൽ അമ്മ സന്തോഷിക്കാനല്ലേ? ഇതാ, പച്ച പോലെ. അല്ലമ്മ, ഏഹ്? എന്തെങ്കിലും ജ്വല്ലറിയുടെ പരസ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ തിരിച്ചൊരു സന്തോഷമായിരുന്നു. ഇല്ല. ഇതിനൊക്കെ ഞാൻ വെറുതെ ഒന്ന് സന്തോഷിക്കണം. ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് ഞാൻ പരസ്യം കൊടുക്കാറില്ല. ആണോ? അതെ, എന്തിനാണ് അതിൻ്റെ ആവശ്യം? നീ എല്ലാം ഒരുപാട് പരസ്യക്കാരെ നോക്കണ്ട കേട്ടോ. ഈ മഞ്ഞൾ ഈ കാണുന്നതൊന്നും അല്ല അമ്പു, അഹങ്കാരിയാണ് അഹങ്കാരി. പിന്നെ അത് നീ തന്നെ പറയണം, വേറെ ആരും വേണ്ട. വേറെ ആർക്കും അറിയില്ല, അത് എനിക്ക് തന്നെയല്ലേ അറിയുള്ളൂ. ഇങ്ങോട്ട് നോക്കുക, ആ മുഖം ഇങ്ങോട്ട് തിരിക്കി. അഹങ്കാരം, നിറഞ്ഞിരിക്കുന്ന അഹങ്കാരം കണ്ട. അയ്യടാ, എവിടെ കണ്ടിരിക്കുന്ന അഹങ്കാരം? കണ്ണിലോ മൂക്കിലോ എവിടെയാ? അമ്മ ഒന്ന് ദേശത്തിൽ നോക്കിയാലേ. അങ്ങനെയല്ല, സാധാരണ എന്നെ ദേശത്ത് നോക്കുമ്പോലെ. അത് ദേഷ്യം വരണ്ടേ? ദേഷ്യം ഞാൻ എപ്പോ വേണമെങ്കിലും വരുത്താം. എന്ത് നോക്കാൻ പറ്റില്ല. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ദേഷ്യം വരുത്തി തരാൻ. എനിക്കൊരു സെക്കൻഡ് മതി. ഇതാ ആവശ്യത്തിനുള്ള മുളക്. അത് അവിടേക്ക് മാത്രമേ ഇടൂ, അറിയാണ്ട് അത് പറപ്പിക്കരുത്. എൻ്റെ കണ്ണിലേക്ക് വരും. കണ്ണിരിക്കാൻ തറക്കിന്ന് വരും ഞാൻ. അറിയാലോ, അതല്ല ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. നമ്മുടെ മീൻ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പല്ലേ? ഇത്രയൊക്കെ തക്കാളി അങ്ങനെ കൂടുതൽ നമ്മളില്ല അല്ലേ എന്നാണ് പറയുക. ഈ പുളിവെള്ളം അമ്മ, ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മയോട് ഒരു കാര്യം പറയുകയാണ്. വേണമെങ്കിൽ മോളെ, നിനക്കൊരു 45 വർഷം പിന്നാക്കം പോവാന്ന് പറഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? ഇപ്പോ ദൈവം വന്നിട്ട് അമ്മേനോട് പറയാണ്, മകളെ നിന്നെ ഞാനൊന്ന് അനുഗ്രഹിക്കണം, നമ്മുടെ ഭക്തിക്ക് പ്രസന്നതയായി ദൈവം എന്ന് വിചാരിച്ചോ. എന്നിട്ട് വന്നിട്ട് പറയാണ്, മകളെ നീ ഇപ്പോൾ 60+ ആയിട്ട് നിൽക്കുകയാണല്ലോ, നിന്നെ ഞാനത് ഒരു 30ലേക്ക് കൊണ്ടുപോവാം. അതോ 20ലേക്ക് പോകണോ, അതോ 10ലേക്ക് പോകണോ, അതോ 5ലേക്ക് പോകണോ, വെച്ചാൽ ഏത് വയസ്സിലേക്ക് പോകാൻ ഇഷ്ടപ്പെടും? 5 to 10. അതെന്താ തീരെ ഇഷ്ടപ്പെട്ടിട്ട് അവിടെ പോയിട്ട്? അല്ല, ബുദ്ധിയുള്ള ഒരു കാലം പറയാമോ? നമ്മുടെയൊക്കെ 5 to 10 എന്ന് പറഞ്ഞാൽ അല്ല, ഇന്നത്തെ കുട്ടികൾക്ക് 5 to 10 എന്നൊക്കെ പറഞ്ഞാൽ അപാര ബുദ്ധിയായി. പക്ഷെ നമ്മുടെ കാലത്തെ കുട്ടികൾക്ക് ഇത്തിരി ബുദ്ധി കുറവായിരുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടാനുള്ളൊരു പ്രായം ഉണ്ടല്ലോ. എത്ര കണക്കൂട്ടാ, എത്ര വയസ്സ് കണക്കൂട്ടാ? ആലോചിക്കണമല്ലോ അമ്മയ്ക്ക്. ആലോചിക്കൊന്നും വേണ്ട. അതെന്താ ബേക്കറിയിൽ മൈസൂർ പാക്ക് അടുക്കി വെക്കുമ്പോൾ അടുക്കി വെച്ചാണ്? അതെന്താ അപ്പോൾ അതങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് മറച്ചാൽ പോരെ? ആരും കൂട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. വേഗം തന്നെ ഒരു ഉത്തരം പറയണം. ഏത് പ്രായത്തേക്ക് പോകാനാ? കറിവേപ്പില വേണ്ടേ? അത് വേണമല്ലോ, അതില്ലാണ്ട് ഒന്നും നടക്കത്തില്ലല്ലോ. അപ്പോൾ ഇനി അടച്ചു വെക്കാം. ഇനി നമുക്ക് എന്താണെന്ന് പറയാം. അല്ല, പറയൂ. പെട്ടെന്ന് ഒരു ഓപ്ഷൻ കിട്ടുകയാണ്. ഏത് പ്രായത്തിലേക്ക് അമ്മ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്? എന്ന് വെച്ചാൽ എന്തെങ്കിലും ആഗ്രഹിക്കാൻ, ചോദിക്കാനൊക്കെ ഒരു ബുദ്ധിയുള്ള നമ്മുടെ കാലഘട്ടം. 10 തൊട്ട് 15 വരെ അവിടെ പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ പാടില്ല പറഞ്ഞാൽ എന്താ ചോദിക്കുക ദൈവത്തോട്? എന്ന് വെച്ചാൽ ആ പ്രായത്തേക്ക് അമ്മ പോയിട്ട് ആ പ്രായത്തിൽ വെച്ചിട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കുക ദൈവത്തിനോട്. ഒരൊറ്റ ചോദ്യം മാത്രം. എനിക്ക് വേണ്ടതോ? ആവശ്യമുള്ള ഒരൊറ്റ കാര്യം മാത്രം ചോദിക്കുക. അവരവിടെ ഉണ്ടല്ലോ ആ പ്രായത്ത് നമ്മുടെ ഒപ്പം. അവരോട് എന്താ ചോദിക്കുക? അല്ലമ്മ, ഒരൊറ്റ കാര്യം മാത്രം ആ പ്രായത്തിൽ പോയിട്ട് അച്ഛനും അമ്മയോടും ദൈവത്തോടും ഒരേപോലെ ചോദിക്കുക. എന്ന് വെച്ചാൽ അച്ഛനമ്മയോട് ചോദിക്കുന്ന അതേ ചോദ്യം ദൈവം സ്വീകരിക്കും. അപ്പോൾ അച്ഛനമ്മയോട് എന്തെങ്കിലും ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അച്ഛനമ്മയോട് എന്തെങ്കിലും ഒന്ന് പറയുക. ആ പറച്ചൽ ദൈവം അവിടെ അംഗീകരിച്ചെന്ന് വെച്ചോളൂ. അങ്ങനെ എന്തായിരിക്കും അമ്മ ചോദിക്കുക? എന്നോട് ചോദിക്കും, ആ പ്രായത്തിൽ പോയാൽ നീ എന്ത് ചോദിക്കുന്നു? അതാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. കാരണം അന്ന് കാലത്ത് സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷെ ഇന്ന് കാലത്തെ കുട്ടികളുടെ ബുദ്ധിയില്ല. എനിക്കിടയ്ക്ക് ഇന്ന് 5 വയസ്സുള്ള കുട്ടികളുടെ ബുദ്ധി എനിക്കില്ല.
അപ്പം അത് അപാരാണ്. ഞാൻ എന്ത് ചോദിക്കറിയോ, ഞാനുള്ള കാലം വരെയും ഞാൻ ഇല്ലാണ്ടാവണ കാലം വരെയും എന്നെന്നും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഒപ്പം ഉണ്ടാവണം. ഒറ്റ കാര്യം പോലെ ദീർഘായുസായിട്ട് അവരെന്നും ഉണ്ടാവില്ലേ. അമ്മയ്ക്ക് നമ്മുടെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെന്നും എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും അമ്മ ചോദിക്കുകയാണ്. അപ്പം അമ്മ ലഡുലിക്കോ ജിലേബിലേക്കോ ജാങ്കേലിലേക്കോ പോയി. അപ്പോൾ അച്ഛൻ നമ്മുടെ മുമ്പത്ത് വെച്ച് ചോദിക്കണം, അത് എപ്പോൾ വന്നോ? ഞാൻ ഈ മണ്ടി അമ്മേൻ്റെ അടുത്താണല്ലോ ഭഗവാനെ ചോദ്യം ചോദിച്ചു. അമ്മ ഒരു ദൈവം വന്നിട്ട് അമ്മയ്ക്ക് ഒരു ടൈം ട്രാവലിൽ കൊണ്ടുപോയിട്ട് ആ പ്രായത്ത് കൊണ്ടുപോയിട്ട് ഒരു ബുദ്ധി അമ്മയുടെ തരുന്നുണ്ട്. അമ്മ പോയി എന്നുള്ള ഓർമ്മയൊക്കെ അമ്മയ്ക്ക് ഉണ്ടാവും. അപ്പോൾ പറയും നിങ്ങളുടെ അച്ഛൻ അമ്മയുടെ അടുത്ത് നിന്നിട്ട് എന്താണോ ചോദിക്കണത് അത് ഞാൻ അംഗീകരിച്ചു വരുമ്പോൾ അമ്മയ്ക്ക് എന്തും ചോദിക്കാം. സ്വത്ത് ചോദിക്കാം, നല്ല ഭർത്താവിനെ ചോദിക്കാം. ഇപ്പൊ എന്നെ പോലെ ഒരു 100 മകനെ ചോദിക്കുക, അയ്യോ വേണ്ടട മോനെ ഒന്നെന്നെ ചോദിക്കാൻ അല്ല ഭാവിയില് അങ്ങനെ ചോദിക്കാമല്ലോ. ഭാവിയിൽ എനിക്ക് എന്തായാലും നിന്നെപ്പോലെ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ചോദിച്ചതിന്റെ ക്വസ്റ്റ്യന്റെ ഇത് നമുക്ക് മനസ്സിലായില്ല. എന്നെ പോലെ ഒരു 100 എണ്ണം വേണം. അയ്യോ ഭഗവാനെ വേണ്ടടാ, ഒരെണ്ണം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ അതെനിക്കറിയാം, അതിന് വേണ്ടി ഞാൻ ചോദിച്ചത്. അപ്പോൾ അച്ഛനും അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം പറയാം, ആ കാര്യം ദൈവം അംഗീകരിച്ചു പറയുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞല്ലാണ്ട് വേറെ എന്ത് പറയും അമ്മ? ഒന്നും പറയില്ല. ഓ ഞാൻ തിരിച്ചെടുത്തു അമ്മ, തിരിച്ചെടുത്തു. ഞാൻ തിരിച്ചു പോയി. ആ ബസ് കയറി ഞാൻ ഇവിടെ നിന്ന് സ്ഥലം വിട്ടു കേട്ടോ. ഇന്നിപ്പോൾ അമ്മ സംസാരിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരിച്ചത് നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ചോദിക്കാം, ബുദ്ധി ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. സമ്പത്ത്, പ്രശസ്തി, സ്നേഹബന്ധം, ആരോഗ്യം, ഇതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് എന്തിനായിരിക്കും? സമ്പത്ത്, പ്രശസ്തി, സ്നേഹബന്ധം, ആരോഗ്യം. വെരി ഗുഡ്, പോയിന്റ് ടു ബി നോട്ടഡ്. ഇത് കറക്റ്റാണ് അവ പറഞ്ഞത്. കാരണം ആരോഗ്യം ഉണ്ടെങ്കിൽ സ്നേഹിക്കാൻ ആൾക്കാരുണ്ട്. ആരോഗ്യം ഒന്ന് വീണ് പോയിട്ട് കുറച്ച് ദിവസമായി എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കടപ്പിലായി കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞാൽ സ്നേഹമൊക്കെ അതിന്റെ പാട്ടിൽ പോയി കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെ നേരത്തെ തീരുമാനിച്ചാണ് നമ്മ നിൽക്കുന്നത്. ഭക്തരെല്ലാം നിഷ്കളങ്കരാണ്. എനിക്ക് അമ്മയോടുള്ള ഭക്തി കൊടുക്കലും വാങ്ങലും ശരിയാണ്. ഇപ്പൊ എനിക്ക് അമ്മേനോട് ഭക്തി ഉണ്ടെങ്കിൽ അമ്മ എനിക്ക് എന്തെങ്കിലും നൽകണം, അത് സ്നേഹമായിട്ടാണെങ്കിലും. പിന്നെ ദൈവത്തെ അതുപോലെയല്ല, ഒരു നാട്ടില് ഒരു വിറക് വെട്ടി ജീവിക്കുന്ന ഒരു പാവം ആരുമില്ല, ഒരു അനാഥനാണ്. പിന്നെ എന്തിനായാലും വിറകൊക്കെ വിട്ട് ജീവിക്കുന്നത്? എവിടെയെങ്കിലും പോയിട്ട് അമ്പലത്തിന് നടയിൽ പോയിട്ട് കടന്നാൽ പോലെ ഊണും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടാൻ ദർശനം കിട്ടില്ല. രാമു എന്നൊരു പേരും. അപ്പൊ ആള് വിറകൊക്കെ വെട്ടി അന്നൊക്കെയുള്ള എന്തെങ്കിലും കിട്ടും. അത് എന്തായോ പാവ നിഷ്കളങ്കരാണ്. ഈ വിറകിന് എത്ര തരും, എത്ര നിഷ്കളങ്കനാണ്. അതുകൊണ്ടാണല്ലോ വിറക് വെട്ടാൻ പോയത്, ഞാൻ കക്കാൻ പോയില്ലേ. അയാള് എന്താ പറഞ്ഞ, എനിക്ക് ഈ വിറക് വെട്ടിട്ട് കൊണ്ടേ കൊടുക്കുമ്പോ ഇതിന് ഇത്രയും മൂല്യം എനിക്ക് കിട്ടണമെന്നോ അങ്ങനെ ഒന്നും ഒരു ഇതില്ല. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് വാങ്ങിച്ചിട്ട് വരും. അപ്പൊ നിഷ്കളങ്കനല്ല, മണ്ടനാണ്, ഒരു മുഗ്ധനാണ്. അതൊക്കെ തന്നെ മണ്ടെന്ന് പറയാ. കിട്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ അവര് ആവശ്യത എന്തെങ്കിലും കുറച്ച് കാശ് കൊടുത്ത് അതുകൊണ്ട് വരും. അതുകൊണ്ട് ചിലര് കൂടുതൽ കൊടുക്കും, ചിലര് കുറച്ച് കൊടുക്കും. ജീവിക്കറിയാത്തവൻ അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, മണ്ടനാണ് അങ്ങനെ വിചാരിക്കുക. പക്ഷെ അത് മണ്ടനല്ല, വിചാരാണ്. അവന്റെ പണിക്ക് കൂലി മേടിക്കാനും കൂടി അറിയാത്തവൻ പിന്നെ മണ്ടനല്ലേ. ബുദ്ധനുമായൊരു മനുഷ്യനാണ്. ആരും തോൽപ്പിക്കണമെന്നോ ആരും കുറ്റം പറയണമെന്നോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ, പാവ മനുഷ്യൻ. അങ്ങനെയുള്ളൊരാണ്. അപ്പൊ എന്നും അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് വരും. അപ്പൊ ഒരു ദിവസം അമ്പലത്തിൽ പോയപ്പോ നിറയെ നൈവേദ്യങ്ങൾ വെച്ചിരിക്കുന്നു ഭഗവാന്റെ മുമ്പിൽ. അപ്പൊ നിഷ്കളങ്കത എടുത്ത് തിന്നു. ഇല്ല, പിന്നെ കുറേ ദീപങ്ങൾ പൊളിച്ചു വെച്ചിരിക്കുന്നു, കുറേ ചന്ദനത്തിരി, കർപ്പൂരം, ആകെ പുകയാണ് അവിടെ ഇങ്ങനെ. ദൈവത്തിന് ശ്വാസം മുട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടുണ്ട്, കുറേ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മുഗ്ധനായ ഈ മനുഷ്യൻ എന്താ തോന്നിയാലേ രാമുവിന്, അയ്യോ ഭഗവാൻ എന്തുമാത്രം ശ്വാസം മുട്ടും. ഇപ്പൊ നമ്മുടെ ഒരു ചെറിയൊരു പുകയൊക്കെ വരുമ്പോ നമുക്ക് ശ്വാസം മുട്ടും. ഈ മുഗ്ധനായ ഈ ഭക്തൻ കർണാടകക്കാരനാണോ? രാമു എന്ന് പേര്, അല്ലെങ്കിൽ രാമെന്നായിരിക്കും.
അപ്പോൾ കർണാടകയിലാണ് സ്റ്റോറി നടക്കുന്നത്. അല്ലെങ്കിൽ രാമൻ, ഇത് രാമു എന്ന് പറയുമ്പോൾ ഒന്നിങ്ങനെ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കർണാടകയിൽ, കേരളത്തിലല്ല, ബാക്കി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആവാം. അല്ല രാമു എന്ന് വിളിക്കില്ലല്ലോ, രാമ, രാമൻകുട്ടിയെ നിനക്കല്ലേ വിളിക്കുക. രാമു എന്ന് വിളിക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇത് മറിച്ചിട്ട് ഒന്നുകൂടെ അടിച്ചു വയ്ക്കുക. അതിന്ന് എന്താണ് രാമനേട്ടൻ ചെയ്തത് പറയും. അപ്പോൾ ആൾക്ക് ഇത് കണ്ടപ്പോഴേ നമ്മളിപ്പോൾ ഒരു അടുപ്പിൽ ഊതുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴോ അവര് എന്തെങ്കിലും ഒരു പുകയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ആ രാമുവിന്റെ മനസ്സിലെന്താ അറിയോ, അപ്പൊ ചെറിയൊരു ഇതുള്ളപ്പോ നമുക്ക് ഇത്ര ശ്വാസം മുട്ടുമ്പോ ഇത്രയും വിളക്കുകളുടെ ചൂട്, പിന്നെ ഒരുപാട് ചന്ദനത്തിരി കർപ്പൂരമൊക്കെ കത്തിച്ച് ആകെ അങ്ങനെ പുകയുമ്പോ ഭഗവാന്റെ രൂപം പോലും ഇങ്ങനെ കാണാണ്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു നല്ല ദിവസമാണ്. ഒരുപാട് കത്തിച്ച് വെച്ചപ്പോ ആൾക്കൊരു തോന്നല്, എന്റെ ഭഗവാൻ ശ്വാസം മുട്ടുണ്ടാവുമെന്ന്. അപ്പൊ ഭഗവാനെ നിനക്ക് ശ്വാസം മുട്ടുണ്ടാവൂല്ലേ, എത്രയൊക്കെ ചെയ്തു വെച്ചിട്ട്, അതല്ലേ നീ ഭക്ഷണം ഒന്നും തൊടാണ്ടിരിക്കണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ വീട്ടിലേക്ക് വാ, ഞാനേ ഭക്ഷണം ഒരുക്കി വെക്ക. ഇന്നലെ എനിക്ക് വിറക് വെട്ടിയിട്ട് കുറച്ച് കൂടുതൽ കാശ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഞാൻ നിനക്ക് ഒരുക്കാം, എന്നാ നീ അങ്ങോട്ട് വരുമോ. കുറേ പ്രാവശ്യം ചോദിക്കുമ്പോ ആ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഭഗവാൻ ഇറങ്ങി വന്നിട്ട് പറയും ഞാൻ വരാട്ടോ എന്ന്. അപ്പൊ സന്തോഷത്തോടെ ഭഗവാൻ വരുമല്ലോ എന്ന് പറഞ്ഞ് കടയിൽ പോയി കുറെ സാധനങ്ങളൊക്കെ മേടിച്ച്, കുറച്ചാണെങ്കിലും കൂടി സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം ഒരുക്കി വെച്ചിട്ട് ഭഗവാൻ നീ എല്ലാം റെഡിയാക്കിയിട്ട് എന്നെ വിളിക്കാൻ വാ, അപ്പൊ ഞാൻ വരാന്നല്ലേ ഭഗവാൻ പറഞ്ഞു. അപ്പൊ ശരിയെന്ന് പറഞ്ഞ് എല്ലാം ഒരുക്കി വെച്ചു. എല്ലാം എന്ന് പറഞ്ഞാൽ ആൾക്ക് എത്ര കഴിയും അത്ര, ഒരുപാട് ഒരുക്കാൻ അത്ര വലിയ ജനിക്കണമെന്നും അല്ലല്ലോ. ഒരാൾക്കുള്ള ഭക്ഷണം ഒരുക്കി വെച്ച് ആള് ഭഗവാനെ വിളിക്കാൻ വരിക. ഭഗവാനെ വിളിക്കാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലകൻ ഇങ്ങനെ വന്നിട്ട് വയറിങ്ങനെ പിടിച്ച് കരഞ്ഞുകൊണ്ട് വന്നിട്ട് ചോദിക്കുക, അങ്ങനെ നിൽക്കുക, എന്താ മോനെ ഞാൻ ചോദിക്കും. അപ്പൊ പറയും എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ ഈ രാമന് സങ്കടം, രാമൻ എന്ത് ചെയ്യും, പാവം ഇവന്റെ വിശപ്പൊന്ന് മാറ്റാന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. അപ്പൊ ആ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും എന്നാ പിന്നെ ഇനി ഭഗവാനെ പോയി വിളിക്കാന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ഒരു വയസ്സായ വൃദ്ധയെ കാണും. ആ വൃദ്ധ പറയും, മോനെ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന് ചോദിക്കും. അപ്പൊ ആ വൃദ്ധനെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു. അപ്പൊ 2 പേര് കഴിച്ചില്ലേ, ഇതിപ്പോ കുറച്ചല്ലേ എടുക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനിയെങ്കിലും ഭഗവാനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ വന്നിട്ട് അങ്ങോട്ട് ഇതേപോലെ എനിക്ക് ദാഹം വിശപ്പ് സഹിക്കാൻ വയ്യ എന്ന് പറയും. അപ്പോൾ അയ്യോ വിഷമം തോന്നിയിട്ട് അയ്യോ പാവം എന്ന് പറഞ്ഞ് ഭക്ഷണം കൊണ്ട് ആ ഭക്ഷണം മുഴുവൻ കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ ദൈവമേ ഇനി ഭഗവാന് ഞാൻ എന്താ കൊടുക്കുക, ഇനിയിപ്പോൾ ജോലിക്ക് പോയി വിറക് വെട്ടിക്കൊണ്ടുവന്ന് വിറ്റ് അതിനുള്ള സമയവും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു വ്യാപാരിയുടെ കട, വലിയൊരു കടയാണ്, അവിടെയാണ് ഇവൻ പോയിട്ട് എല്ലാ ജോലികളൊക്കെ ചെയ്തു കൊടുക്കും ചില ദിവസങ്ങളിൽ. അപ്പം അങ്ങോരോട് പോയിട്ട് പറയും, അതെ എനിക്ക് കുറച്ച് സാധനങ്ങൾ തരുമോ, എനിക്ക് ചോറും കറിയും വെക്കാനുള്ള കുറച്ച് പച്ചക്കറിയും കുറച്ച് അരിയും തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അത് തരണമെങ്കിൽ വെറുതെ ഒന്നും തരാൻ പറ്റില്ല, നീ പോയിട്ട് അത് അവിടെ കിടക്കണ ആ വിറകൊക്കെ ഒന്ന് വെട്ട് എന്ന്. അപ്പോൾ പാവം വേഗം പോയിട്ട് ആ വിറകൊക്കെ വെട്ടിക്കൊടുത്തപ്പോൾ ഇയാൾ കുറച്ച് സാധനം കൊടുത്തു. എന്തിനപ്പോൾ നിങ്ങൾക്ക് ഇത്ര സാധനം എന്ന് ചോദിക്കും. അത് ഭഗവാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് ഒരുക്കി വെക്കാനാണെന്ന് വരുമ്പോൾ മണ്ടം പ്രാന്തെന്ന് നമുക്ക് മനസ്സിൽ വിചാരിച്ചിട്ട് കുറച്ച് സാധനം കൊടുത്തേക്കും. ഈ കൂലിയായിട്ടാണ് കൊടുക്കുന്നത്. ഇത്രയും വിറക് വെട്ടിയാലും ഒത്തിരി സാധനം അത് കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് പോയിട്ട് ഓടിപ്പോയി ഭഗവാന്റെ അടുത്ത് പറയും, ഭഗവാനെ വൈകി പോയിട്ടോ, അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, ഞാനിപ്പോൾ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, ഇങ്ങനെ വരുമെന്ന് പറയും. അപ്പോൾ ഭഗവാൻ പറയും, ഞാനതിന് 3 പ്രാവശ്യം ഭക്ഷണം കഴിച്ചല്ലോ എന്ന് പറയും, നീ എനിക്ക് 3 പ്രാവശ്യം ഭക്ഷണം തന്നല്ലോ എന്ന് പറയും. അപ്പോൾ 3 പ്രാവശ്യം ഭക്ഷണം ഞാൻ തരേ, എന്താ ഭഗവാനെ ഞാൻ നേരം വൈകി എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ എന്നെ കളിയാക്കുകയാണല്ലേ, എല്ലാവരും എന്നെ കളിയാക്കും, ഭഗവാനും എന്നെ കളിയാക്കുക, ഞാൻ മണ്ടന പറഞ്ഞിട്ട് എന്ന് പറയും. അവ പറയും, അല്ല 3 പ്രാവശ്യം നീ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ എന്നാലും ഈ രാമുവിന് വിഷമം, ഭഗവാൻ എന്നെ കളിയാക്കുകയാണ്, ഞാൻ നേരം വൈകിയാണ് എന്നോട് പണിങ്ങിയിട്ടാണെന്ന് വിചാരിക്കും. അപ്പോൾ ഭഗവാനെ എനിക്ക് വല്ലാത്ത സങ്കടമായിട്ടോ, ഞാൻ വൈകി പോയത് വേറെ ചില കാരണങ്ങളാണ്. അപ്പോഴും ഈ കാരണങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് എത്ര നല്ല സ്വഭാവമാണ്. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ടാണ് ഭഗവാനെ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്നില്ല എന്ന് പറയുന്നത്
എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയും ശരി ഞാൻ വരാൻ നടക്കുക പറയും. അങ്ങനെ പോകും. അവിടെ വന്നപ്പോൾ ഭക്ഷണം വിളമ്പുമ്പോൾ പറയും 3 പ്രാവശ്യം നീ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, എൻ്റെ വയറും നിറഞ്ഞു, എന്നാലും നിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ കഴിക്കാം, ഒരു പ്ലേറ്റ് എടുക്ക്, ആ പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പും, ഞാനും നീയും കൂടി കഴിക്കാമെന്ന് പറയും. അങ്ങനെ ഭഗവാൻ ആ വിറക് വെട്ടി വെക്കുന്ന ആ രാമുവിൻ്റെ കൂടെ ഇരുന്ന് ഒരു പിടി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആ നിഷ്കളങ്കമായ സ്നേഹത്തിനല്ലേ അവിടെ ആ ഭഗവാൻ അവിടെ എന്തിനാ അങ്ങനെ ചെയ്തു? ആ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചതിന് അർത്ഥം എന്താ ഞാൻ പറയട്ടെ? എന്തായിരിക്കും അർത്ഥം അറിയോ? ശരിയാണോ നമ്മൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, സത്കർമ്മങ്ങളില്ലേ, അതോടുകൂടി നമ്മൾ ദൈവത്തിന് തുല്യമാവുന്നതാണ്. എന്ന് വെച്ചാൽ ദൈവമാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത് അറിഞ്ഞിട്ട് പോലും 3 പേര് വിശന്ന് വന്നവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അതിനുശേഷം വീണ്ടും പോയിട്ട് സാധനം പിടിച്ച് രണ്ടാമതാണ് ദൈവത്തിനെ വിളിക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അവൻ്റെ മനസ്സിൽ ഞാനിത് ഇന്ന ആൾക്ക് കൊടുത്തു, അതുകൊണ്ടാണ് വൈകിയെന്നും കൂടി പറഞ്ഞില്ലേ? അപ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ എത്രയൊക്കെ വ്രതങ്ങളെടുത്താലും, എത്രയൊക്കെ പ്രാർത്ഥനകൾ ചെയ്താലും, പിന്നെ എത്രയൊക്കെ വഴിപാടുകൾ ചെയ്താലും അതിനെക്കാളും വലുതാണ് നമ്മൾ ചെയ്യുന്ന കർമ്മം ഈ വിധത്തിൽ ഈ ജന്മത്ത്. പിന്നെ അവിടെ പിന്നെ അവളുടെ വീട്ടിൽ ഫുള്ള് വീടൊക്കെ മാറി, വീട്ടിൽ ദവസധാന്യങ്ങളും സ്വർണവും ഒക്കെ ആയി നല്ല നിലയിൽ രാമുവിൻ്റെ ജീവിതം ഉണ്ട്. അപ്പോൾ ഈ വ്യാപാരിക്ക് സംശയം വന്നു. വ്യാപാരിക്ക് സംശയം വന്നു എന്തായിരിക്കും. അപ്പൊ ഈ രാമ മറുപടി പറഞ്ഞിട്ടുണ്ടാവും. അതെ, രാമ പറഞ്ഞു ഞാനിങ്ങനെ എനിക്കറിയില്ല എങ്ങനെ എൻ്റെ വീട്ടിൽ ഇതൊക്കെ വന്നതെന്ന് അറിയില്ല. അപ്പൊ അന്ന് സാധനങ്ങൾ മേടിക്കാൻ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഓർത്തിട്ട് അതേപോലെ രാമ പറയും. അത് ഓർത്തിട്ട് ഇയാൾ രാമന്റെ മനസ്സിൽ നിന്ന് എടുക്കും. അപ്പൊ ഇയാൾ എന്ത് വിചാരിക്കുക, ഞാനും ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് പോയി കുറേ പ്രാർത്ഥിച്ച് പ്രാർത്ഥന പിന്നെ എല്ലാം ഭഗവാൻ കേൾക്കുമല്ലോ. അപ്പോൾ ഭഗവാൻ എൻ്റെ വീട്ടിലും ഭക്ഷണം കഴിക്കാൻ വരണമെന്ന് പറയും. അങ്ങനെ ഭഗവാൻ ശരി വരാമെന്ന് പറയും. വരാമെന്ന് പറഞ്ഞ് ജോലിക്കാരെയൊക്കെ വെച്ച് ഒരുപാട് വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ ഒരുക്കും. പക്ഷെ ഇതേപോലെ ആളിനെ പരീക്ഷിക്കും. അതായത് ചെറിയൊരു ബാലകന്റെ രൂപത്തിലും വൃദ്ധന്റെ രൂപത്തിലും വൃദ്ധയുടെ രൂപത്തിലൊക്കെ അവരെയൊക്കെ ഇയാൾ ആട്ടിപ്പയക്കും. പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ എനിക്ക് വേണ്ടി ഞാനേ നിങ്ങൾക്ക് തിന്നാനല്ല ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ പറഞ്ഞ് ഓടിക്കും. അങ്ങനെ പിന്നെ ഭഗവാനെ വിളിക്കാൻ പോയപ്പോൾ ഭഗവാൻ എന്താ പറയുക, എനിക്ക് നീ 3 പ്രാവശ്യം നീ എന്നെ അവഗണിച്ചു, അങ്ങനെയുള്ള നിന്റെ വീട്ടിലേക്ക് ഞാൻ ഇനി വരില്ല എന്നും പറഞ്ഞു. 3 പ്രാവശ്യം എൻ്റെ അടുത്ത് ഞാൻ വന്നു, ഭക്ഷണം ചോദിക്കുകയും ചെയ്തു, പക്ഷെ നീ എനിക്ക് നൽകിയില്ല. അപ്പൊ 4ാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ എനിക്ക് വരാൻ മനസ്സില്ല പറഞ്ഞിട്ടുണ്ടാവും. എന്താ പറഞ്ഞാൽ ഈ 3 പ്രാവശ്യം ദൈവമാണ് ആ രൂപത്തിൽ വരിക. നമുക്ക് മനസ്സിലായില്ല, നമ്മൾ ആരെയും അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ സാരാംശം. അതായത് ഏത് രൂപത്തിൽ ആര് വരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവര് നമ്മൾ അവഗണനയോടെ കാണാൻ പറ്റില്ല. ആരുടെ രൂപത്തിലാണ് നമ്മൾ ആ ഒരു വിശന്ന് വലയുന്ന ഒരു ഭിക്ഷക്കാരന്റെ രൂപത്തിലാണ് വന്നിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലാതെ നമ്മൾ അവരെ അവഗണിക്കരുത്. ഇതിന്റെ ശരിക്കുള്ള പോയിന്റ് ഓഫ് വ്യൂ എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ് ദൈവത്തിനുള്ള പ്രാർത്ഥനയും നിവേദ്യവും എല്ലാം അല്ലേ? അതിലാണ് ദൈവത്തിന്റെ സംതൃപ്തി എന്ന് പറഞ്ഞ മനസ്സ് നിറയാന്ന് പറഞ്ഞ സംതൃപ്തിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു കഥയും കൊണ്ട് കിട്ടുന്ന പാഠം അതാണ്. എന്ന് വെച്ചാൽ ആ ബുദ്ധമായൊരു മനസ്സിൻ്റെ നന്മയാണ് നമ്മളവിടെ കണ്ടത്. അവിടെ ദൈവത്തിന് വിളമ്പി കൊടുക്കുന്നതിനേക്കാളും നേരത്തെ തന്നെ വയറ് നിറഞ്ഞു എന്നുള്ളത് അല്ലേ? മറ്റുള്ളവർക്ക് കൊടുത്തില്ലേ, അത് നന്മയല്ലേ, അത് ദൈവത്തിന്റെ വയറാണ് നിറഞ്ഞത്. അനേകമായിരം വഴിപാടുകൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരുപാട് മന്ത്രോപചാരങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും തന്ന ജീവിതത്തിൽ നിന്നും ചില സത്കർമ്മങ്ങൾ ചെയ്തിട്ട് ദൈവത്തിലേക്ക് അടുക്കുക. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ ജീവിക്കുക. പിന്നെ ദൈവത്തെ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് ദൈവം, നീ തന്നെയാണ് ദൈവം. അതല്ലേ കഥയുടെ പൊരുൾ? അപ്പൊ ഇതാണ് മീൻ വറ്റിച്ചത് കണ്ടില്ലേ? ഇത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് കർണാടകത്തിലെ ആൾക്കാരുടെ മീൻ വറ്റിക്കൽ. ഇത്രയേ ചാറുണ്ടാവുള്ളൂ. ഇതിന്റെ ഇങ്ങനെയുള്ള കുറച്ച് ചാറ് കൂട്ടിട്ട് ചോറിന് നല്ല രസമാണ് കേട്ടോ. ഒരു പ്രത്യേക ഇതാണ് അവരിങ്ങനെ. പക്ഷെ അവരിതിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇടും, നമ്മൾ പക്ഷെ അത് ഇട്ടുന്നില്ല. അത് ഇത്ര മതി. ഈ ഒരു മീനിന്റെ കഷ്ണം ഒരിത്തിരി ഇതിങ്ങനെ ഈ എന്താ പറയുക, ഈ ഗ്രേവി ഇല്ലേ ഇങ്ങനെ തന്നെ വേണുള്ളൂ. ഈ ഗ്രേവിയും കൂടി കൂട്ടി ചോറുണ്ടുമ്പോൾ പുളിപ്പും എരിവും ഒക്കെ ആയിട്ട് നമ്മൾ വെക്കുമ്പോഴല്ലോ ഇത്തിരി വ്യത്യസ്തത. നമ്മൾ വെക്കുമ്പോൾ കുറച്ച് ചാറുണ്ടാവുമല്ലോ മുളകിട്ടതെന്ന് പറഞ്ഞാൽ. അവരുടെ മുളകിട്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ദോശയുടെ ഒപ്പം കഴിക്കും, റൊട്ടിയുടെ ഒപ്പം കൂടുതൽ കഴിക്കും. റൊട്ടിയൊക്കെ ഉണ്ടാക്കില്ലേ. അപ്പോൾ
അപ്പോ നിങ്ങൾ വരണോ? പിന്നെ ഒന്നുണ്ട് ട്ടോ അമ്മ, ബായ് ഭരണക്കാട് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇന്ന് കഥ പറയുമ്പോൾ ഒരു ഡിസ്റ്റർബും ചെയ്തിട്ടില്ല. ഇല്ല, നല്ല കുട്ടി. നല്ല കുട്ടി, താങ്ക് യു. താങ്ക് യു. അപ്പൊ നിങ്ങള് ഈ മീൻ കർണാടക സ്റ്റൈൽ മീൻ വെറ്റിച്ചത് കൂട്ടിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരണം. മീൻ വറുത്തതും തരാം. വരികയാണെങ്കിൽ ഹാഫ് കന്നഡക്കാരെയും തരാം. വരികയാണെങ്കിൽ ഹാഫ് കന്നഡക്കാരെയും ഹാഫ് മലയാളിയുമായ ഈ അമ്മ തീർച്ചയായിട്ടും നിൽക്കും. മലയാളികൾ ഉണ്ടാക്കുന്ന അതേ കായപ്പേരി, നമ്മുടെ സ്വന്തം കായപ്പേരി, പിന്നെ തൈര്, ഈ മീൻ വറ്റിച്ചത്, കൂടെ മീൻ വറുത്തതും തരാം കേട്ടോ. വരണോ? വന്നു, എത്തി. ഓക്കെ, ബൈ.